നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് കാണാനും പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 1 മന്ത് ഇപ്പൊ നിങ്ങളിപ്പോൾ MBBS കയറാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 1-2 മാസം നിങ്ങൾക്ക് ഒരു ചെറിയൊരു എന്താ പറയുക തപ്പിത്തടവ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾ MBBS സ്റ്റുഡൻസ് ആണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു സർപ്രൈസുമായിട്ടാണ് ഞാനും അഞ്ജുവും വന്നിട്ടുള്ളത്. 12 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിയുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? ആദ്യം എല്ലാവരും പ്രശ്നമായി കണ്ടിരുന്ന ഏറ്റവും വലിയ ഡീമെറിറ്റ് FNGE ആയിരുന്നു, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാം. അത് ഈ അടുത്ത് തന്നെ പോകും. എന്നിട്ട് നെക്സ്റ്റിലേക്ക് എല്ലാവരും വരും. വിച്ച് മീൻസ് ഇന്ത്യൻ MBBS പഠിക്കുന്ന നമ്മളും അവരും എല്ലാവരും ഇതിന് അപ്പിയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്, അഞ്ജുവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് കമ്പാരിസൺ കൂടി നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ അബ്രോഡ് MBBS ചൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യത്തിലാണ് ഏറ്റവും കൂടുതൽ മലയാളീസ് പഠിക്കുന്നത്? വേൾഡിൽ എല്ലായിടത്തും തന്നെ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. ബട്ട് മോസ്റ്റ്ലി അവർ ചൂസ് ചെയ്യുന്നത് ഏതാ? ഉസ്ബെക്കിസ്ഥാൻ. അവിടെ തഷ്കൻ മെഡിക്കൽ അക്കാഡമി എന്ന് പറഞ്ഞ TMA, അവിടെയാണ് ഇന്ത്യയിൽ നിന്ന് അധികം സ്റ്റുഡൻസ് പോകുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ട്. അത് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് സെക്കൻഡ് ഇയറിലാണല്ലോ തുടങ്ങുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ആകെ കിട്ടുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. അവർക്ക് കിട്ടാൻ കാരണം അത്രയും കേസസ് അവിടെ വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റലാണ് തഷ്കന്റ്. അപ്പോൾ അവിടെ അത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത്രയും പേഷ്യൻസും കേസസും ഉണ്ട്. അത് നമ്മൾ സ്കില്ലായിട്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ആളുകൾക്ക് അറിയുന്നത്, അതായത് ഇപ്പോൾ പുറത്ത് MBBS എടുക്കുന്നവർക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫീൻ്റെ ഒരു വേരിയേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ പറയാം, എന്നിട്ട് അതിനുശേഷം അവിടുത്തെ ഫീയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും. കാര്യം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് കേരളത്തിലാണ്. അത് തന്നെ 45 to 50 lakhs ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളം, അതാണ് ഈ 45 to 50 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് പുറത്ത് ഉസ്ബെക്കിസ്ഥാനിൽ 90 lakhs ആണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. 19 ലക്ഷം. ഇത്രയും വലിയൊരു വേരിയേഷൻ വന്നു ഏത് കേരളമായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ. ബാക്കിയുള്ളത് എന്താ പറയാ, സ്റ്റേറ്റ് പോകണമെങ്കിൽ ഇതിലും കൂടും. ഏറ്റവും കുറവ് കേരളത്തിലാണ്. അപ്പോൾ നമ്മളെ ഏജൻസി വഴി കയറുന്നവർക്ക് എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും? പറഞ്ഞല്ലോ, നമ്മൾ കൊളാബ് ചെയ്യുന്നത് 12 years ഫീൽഡിലുള്ള ഒരു ഏജൻസിയുമായിട്ടാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ എന്താ പറയുക ട്രാവൽ ഏജൻസി ഉണ്ട്. അപ്പോൾ അത് നമ്മളെങ്ങനെ മെറിറ്റായി എടുക്കുന്നത് ചോദിച്ചാൽ, കുട്ടികൾക്ക് സ്റ്റുഡൻസിന് ഉസ്ബെക്കിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു ഫ്രീ ആയിട്ട് ഉസ്ബെക്കിലെ എല്ലാ കോളേജസും ആദ്യം വന്ന് വിസിറ്റ് ചെയ്യാൻ ഉള്ള ചിലവ് നമ്മൾ ഏറ്റെടുക്കും. അവിടെയുള്ള കറങ്ങാനുള്ള ചിലവ് എല്ലാം നമ്മൾ അവിടുത്തെ സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് ഫുള്ള് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. ഇത് വേറൊരു ഏജൻസിക്കും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ അവർ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാവില്ല, അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അഗൈൻ പറഞ്ഞല്ലോ, 12 വർഷമായിട്ട് ഫീൽഡിലുള്ള ടീമാന്ന് പറയുമ്പോൾ ഇത്രയും കാലം അങ്ങോട്ട് സ്റ്റുഡൻസ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഇയറിലും അവിടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരോട് വേണ്ട റിവ്യൂസ് നമുക്ക് തരാൻ പറ്റും. എന്തോ ആവട്ടെ, പഠനപരമായിട്ടോ അവിടുത്തെ ഹോസ്റ്റൽ ലൈഫോ എല്ലാം നമുക്ക് വീഡിയോ ആയിട്ടാണെങ്കിൽ അങ്ങനെ, അവരായിട്ട് വീഡിയോ കോൾ ആയിട്ടാണെങ്കിൽ അങ്ങനെ. അത് ഉസ്ബെക്ക് മാത്രമല്ല, ലോകത്ത് എവിടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അവരുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ അവിടുത്തെ കുറച്ച് സ്റ്റുഡൻസിന്റെ റിവ്യൂവിന്റെ ക്ലിപ്പ് ആണെങ്കിൽ ജസ്റ്റ് ഞാൻ ഏതെങ്കിലും എന്താ പറയാ ഉസ്ബെക്കിനല്ല അധികം കുട്ടികളെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വിളിച്ചിട്ട് അവിടുത്തെ കുട്ടികളെ റിവ്യൂസ് എടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഡീറ്റെയിൽസ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറാൻ എന്നുള്ളതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിനുശേഷം നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി. അവിടുത്തെയും ഇവിടുത്തെയുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ 5.5 years ഉള്ളത് അവിടെ 6 years ആണ്. പക്ഷെ അവിടെ വെക്കേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടുന്നില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ അവിടെ കിട്ടുകയാണ് അവർക്ക്. അതെ, ഫസ്റ്റ് ഇയറിലൊക്കെ ക്ലിനിക്കൽ, നമുക്ക് സെക്കൻഡ് ഇയറിലാണ് കിട്ടുന്നത്. ഫസ്റ്റ് ഇയർ ഒരു കൊല്ലത്തെ സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞങ്ങളെ ചൂസ് ചെയ്യാൻ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ പോകുന്നത് എന്താ പറയുന്നത്, ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കോളേജ് കാണിച്ചു തരാൻ പറ്റും ഉസ്ബെക്കിൽ. എന്നിട്ട് അത് കണ്ട് തൃപ്തിപ്പെട്ടിട്ട് ഓക്കെ എന്ന് മനസ്സിലായാൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. ഇത് നിലവിൽ വേറൊരു ഏജൻസിയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളൊക്കെ MBBS പഠിക്കുന്ന ആളുകൾ തന്നെയാണ്. ഒരു 1 month ഫ്രീ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. മെന്റർഷിപ്പ് ജസ്റ്റ് അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഇതിന്റെ കൂടെ നമ്മൾ വേറെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് അഡീഷണൽ സപ്പോർട്ട്, നമ്മളൊരു ഫാമിലി ആയിട്ട് നമുക്കൊരു വേറെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ മെറ്റീരിയൽസ് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സ്റ്റാർട്ടിങ് എങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും. ഞാനൊക്കെ ശരിക്കും 6 മാസം എടുത്തു ട്രാക്കിൽ കയറാൻ വേണ്ടിയിട്ട്. ഗൈഡ് ചെയ്ത് നമ്മൾ തന്നെ ഇത് ചെയ്യാൻ ഗൈഡ് ചെയ്യാം. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അഡീഷണൽ അധിക കോളേജസ്, മോസ്റ്റ് ആയിട്ടുള്ള കോളേജസ് 2 ഇൻടേക്ക് ഉണ്ടാവും. അപ്പോൾ ഒന്ന് സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ 3 ഇന്റർവ്യൂസ് ആണ് അതേ കോളേജസിൽ ഉണ്ടാവുക. നമുക്ക് ആദ്യം തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റും, സീറ്റ് കൺഫേം ആക്കാൻ പറ്റും.
പിന്നെ ഉസ്ബെക്ക് മാത്രമല്ല, നമ്മൾ പറഞ്ഞാൽ എല്ലാ രാജ്യവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്താ നീറ്റൊക്കെ കഴിഞ്ഞിരിക്കായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ നമ്മൾ മെസ്സേജ് അയക്കാം അല്ലേ. ഇനിയിപ്പോൾ അബ്രോഡ് താല്പര്യം ഇല്ലാത്തവർക്ക്, അത്രയും പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ സീറ്റ് ശരിയാക്കാം. അതിന് പറഞ്ഞല്ലോ ഫീസ് പിന്നെയും കൂടും. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കൊടുക്കാം. എല്ലാ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നോട്ട് ഓൺലി MBBS ആവട്ടെ, BSc നഴ്സിംഗ്, BPT, MRI ആൻഡ് ഓൾ അതർ മെഡിക്കൽ എല്ലാം നമുക്ക് ചെയ്യാം. ഏജൻസിന്റെ പേര് ഡോക്ടർ മെഡിസൺ എന്നാണ്. അതിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരും എല്ലാവരും ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് അല്ലേ. ഹലോ ഗൈസ്, ഇപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കന്റ് മെഡിക്കൽ അക്കാദമിയിലാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ പരിചയപ്പെടാം. ഹലോ, ഹായ്, പേരെന്താണ്? എൻ്റെ പേര് മാളവിക. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് അരുന്ധതി. ഞാനിവിടെ TMA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സഹല. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാനും ഇവിടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ TMAയിലുള്ള അക്കാദമിക്സും കാര്യങ്ങളും എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇവിടുത്തെ കോഴ്സ് വരുന്നത് 5+1 ഇയർ ആണ്, ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ. ടീച്ചിങ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ നമുക്ക് ലെക്ചർ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഇവിടാണ് മെയിൻ ക്യാമ്പസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലിനിക്സ് അവൈലബിൾ ആണ്. അപ്പം പിന്നെ നമ്മൾ വേറൊരു കൺട്രീനെ വെച്ച് നോക്കുമ്പം ഈ ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുമ്പം ഫസ്റ്റ് ഇയർ തന്നെ നമുക്കിവിടെ ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ് ഈ തഷ്കന്റ് മെഡിക്കൽ അക്കാദമിയിലുള്ള ഫീസും കാര്യങ്ങളും. അപ്പോൾ അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വേറെ എല്ലാ രാജ്യം വെച്ച് നോക്കുമ്പോഴും പുറത്ത് ഉള്ള സ്റ്റുഡൻസിൻ്റെ ഫീസിനേക്കാളും കുറവാണ് ഇവിടെ. നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് ഇവിടെ പ്രൊവൈഡ്. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ടൈമിലൊക്കെ ആണെങ്കിലും സേഫ്റ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സേഫ്റ്റി പറയാൻ പറ്റുമോ നമുക്ക്? ഉറപ്പാണ്, 100% ഉറപ്പാണ് സേഫ്റ്റി. ഇവിടെ ബോയ്സിനായാലും ഗേൾസിനായാലും ഒരുപോലെ സേഫ് ആയിട്ടുള്ള രാജ്യമാണത്. ആൾക്കാരാണെങ്കിൽ തന്നെ ഭയങ്കര വെൽക്കമിങ്ങും റെസ്പെക്റ്റോട് കൂടിയിട്ടാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മുടെ അടുത്ത്. അങ്ങനെയാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും അബ്രോഡ് MBBS നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ TMA സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. എബ്രോഡ് MBBS നോക്കുന്ന ആർക്കായാലും ഒരു നല്ലൊരു ഓപ്ഷനാണ് TMA. നമുക്ക് നല്ല ക്ലിനിക്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഗേൾസിന്റെ കാര്യത്തിലാണെങ്കിൽ പാരൻസ് അവരുടെ സേഫ്റ്റിയെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ കൺസേൺ ആയിട്ട്. നമ്മൾ ഈ കൺട്രിയെ പറ്റി പറയുകയാണെങ്കിലും ലേഡീസിന് നല്ല സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസ് പറയുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലിവിങ് എക്സ്പെൻസും പിന്നെ ഫീസ് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസൊക്കെയാണ് വരുന്നത്. സോ എന്തായാലും TMA എൻ്റെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എൻകറേജ് ചെയ്താൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും.